KGMOA ജനറൽ സെക്രട്ടറിയായ ഡോക്ടർ PK സുനിൽ നമ്മളോടൊപ്പം ചേരുന്നു. ഡോക്ടർ, ഈ താമരശ്ശേരി ആശുപത്രിയിൽ ഉണ്ടായിരിക്കുന്ന ആക്രമണം വിവരം താങ്കളുടെ ശ്രദ്ധയിൽ വന്നുവെന്ന് കരുതുന്നു. എന്താണ് പ്രതികരിക്കുന്നത്? എങ്ങനെ പ്രതികരിക്കുന്നു? ഇപ്പോഴാണ് ആ വിവരം അറിഞ്ഞത്. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണത്. വന്ദനദാസിന്റെ ഒരു ദാരുണമായ കൊലപാതകത്തിന് ശേഷം ആരോഗ്യ പ്രവർത്തകർക്കെല്ലാം തന്നെ ഏറെ മാനസിക സംഘർഷം സൃഷ്ടിച്ച നാളുകളാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള ആശുപത്രി ആക്രമണങ്ങൾക്ക് നേരിയ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും ഞങ്ങളുടെ ഒന്നും ആശങ്കകൾക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു വിരാമം ഉണ്ടാവുന്നില്ല എന്നുള്ളത് വളരെയധികം ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അന്ന് വന്ദനദാസ് കൊല്ലപ്പെട്ടതിന് ശേഷം ഒരു ആശുപത്രി സംരക്ഷണ നിയമം കൂടുതൽ ശക്തമാക്കിക്കൊണ്ട് ഒരു സർക്കാർ നടപടി എടുത്തുവെങ്കിൽ കൂടിയും അന്ന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ കൈക്കൊണ്ട പല നടപടികളും, ഉദാഹരണത്തിന് എല്ലാ ആശുപത്രികളിലും പ്രധാന ആശുപത്രികളിലും പോലീസ് എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിക്കും. അതുപോലെ തന്നെ സെക്യൂരിറ്റിക്ക് വേണ്ടി നമ്മൾ ആളുകൾക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ നിയമിക്കും എന്നുള്ള ഒരു കാര്യങ്ങളും, അതേപോലെ CCTV സ്ഥാപിക്കും എന്നുള്ള കാര്യത്തിലും, അതുപോലെ ഈ ആരോഗ്യ പ്രവർത്തകരുടെയും ഡോക്ടർമാർ അടക്കമുള്ള ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള നടപടികൾ കൈക്കൊള്ളും എന്നുള്ള ഉറപ്പുകൾ നൽകിയിരുന്നതാണ്. പക്ഷേ ഇപ്പോഴും അതെല്ലാം ജലരേഖകളായിട്ട് അവശേഷിക്കുകയാണ്. തീർച്ചയായും നമുക്ക് ജീവഭയം കൂടാതെ നമുക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഇപ്പോഴും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നുള്ളത്, നിലവിലില്ല എന്നുള്ളത് ഞങ്ങളൊക്കെ ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ സുനിൽ, ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച കുട്ടിയുടെ പിതാവിന്റെ ഭാഗത്തുനിന്നാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത്. നമുക്ക് ആ രോഗത്തിന്റെ ഗുരുതരാവസ്ഥ, അതിന്റെ മരണനിരക്ക് എത്രത്തോളം ചികിത്സിച്ച് ഭേദപ്പെടുത്താൻ ശ്രമകരമാണെന്ന വിവരങ്ങളൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ വൈകാരികമായ ഇത്തരം പ്രതികരണങ്ങൾ അത് അങ്ങേറ്റം അപ്രതീക്ഷിതമാവുന്നു. എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ അമീബിക് മെനിഞ്ചോ എൻകഫലൈറ്റിസ് അത് വളരെയധികം ഗുരുതരമായിട്ടുള്ള ഒരു രോഗമാണ്. അതേപോലെ തന്നെ ഇത് പല തലത്തിലുള്ള ആശുപത്രികളിലും അതിന് കൃത്യമായി ചികിത്സ നൽകാനുള്ള സൗകര്യങ്ങളുമില്ല. സ്വാഭാവികമായും അത്തരത്തിലുള്ള അസുഖങ്ങൾ നമ്മൾ സംശയിക്കുകയും അല്ലെങ്കിൽ അത് രോഗനിർണയം നടത്തുകയും ചെയ്താൽ കൂടുതൽ മികച്ച ആശുപത്രികളിലേക്ക്, കൂടുതൽ മികച്ച സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജ് ഉൾപ്പെടെയുള്ള ആശുപത്രികളിലേക്ക് നമുക്ക് റെഫർ ചെയ്യേണ്ടതായി വരും. അത് അത്തരത്തിൽ ഒരു രോഗിയെ റെഫർ ചെയ്തു എന്നതിന്റെ പേരിൽ ഒരു ഡോക്ടർക്ക് നേരെ ഇത്തരത്തിലൊരു വളരെയധികം ഭീതിജനകമായിട്ടുള്ള രീതിയിൽ ഒരു കൊടുവാൾ കൊണ്ട് വെട്ടി തലയ്ക്ക് പരിക്കേൽപ്പിക്കുക എന്നൊക്കെ പറയുന്നത്, ഇത് നമുക്ക് തുടർന്നും ഈ ഒരു സാഹചര്യത്തിൽ ജോലി ചെയ്യാനായിട്ട് ഓരോ ആരോഗ്യ പ്രവർത്തകനും അത്യന്തം ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഒരുപക്ഷെ സ്വകാര്യ ആശുപത്രികളിൽ കുറെ കൂടി ഈ പ്രൈവറ്റായ അവരുടെ അതിന് ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടുതലുണ്ട്. സർക്കാർ ആശുപത്രികളുടെ കാര്യത്തിൽ അതിന്റെ ഒരു കുറവ് കൂടി ഇത്തരം സംഭവങ്ങൾ സൂചിപ്പിക്കുന്നുണ്ടോ? അതിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. നമ്മൾ നിരവധി സ്വകാര്യ ആശുപത്രികളിൽ പോകുന്നതാണ്. സ്വകാര്യ ആശുപത്രികളുമായി താരതമ്യം ചെയ്യുമ്പോൾ സർക്കാർ ആശുപത്രികളിൽ നമ്മളെപ്പോഴും സൗകര്യങ്ങൾ താരതമ്യം ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ സുരക്ഷയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ സ്വകാര്യ ആശുപത്രികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഇപ്പോഴും ഒരു നൂറ്റാണ്ടുകൾ പിറകിലാണ് സർക്കാർ ആശുപത്രികൾ എന്ന് പറയാതെ വയ്യ. കാരണം ആർക്കും എപ്പോഴും എവിടെയും കയറി ചെല്ലാവുന്ന അവസ്ഥ ഇപ്പോഴും പല സർക്കാർ ആശുപത്രികളിലും ഉണ്ട് എന്നുള്ളത് ആർക്കും നിഷേധിക്കാനാവാത്ത ഒരു കാര്യമാണ്. നമ്മുടെ അടുത്ത് ഇപ്പൊ ഞാൻ കാഷ്വാലിറ്റി ഡ്യൂട്ടി എടുക്കുകയാണെങ്കിൽ എന്റെ അടുത്ത് വരുന്ന ഒരു രോഗി അല്ലെങ്കിൽ അയാളുടെ ബൈസ്റ്റാൻഡർ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആയുധം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് ആർക്കാണ് ഇവിടെ ഉറപ്പുവരുത്താൻ കഴിയുക? ആ രീതിയിലുള്ള ഒരു സുരക്ഷ ഒരുക്കാൻ ആർക്കാണ് ഇപ്പോൾ സാധിക്കുന്നത്? ഏത് ആശുപത്രിയാണ് അത്തരത്തിൽ വിരലിൽ എണ്ണാവുന്ന 1-2 ആശുപത്രികൾ ഒഴികെ എത്ര ആശുപത്രികളിൽ നമുക്ക് അത്തരത്തിലൊരു സുരക്ഷ ഉറപ്പുവരുത്താൻ കഴിയും? മെഡിക്കൽ കോളേജിലാണെങ്കിലും അതേപോലെ ജില്ലാ ജനറൽ ആശുപത്രികളിലാണെങ്കിലും താലൂക്ക് ആശുപത്രികളിലാണെങ്കിലും PSC തലം തൊട്ട് തന്നെ ഏതൊരു ആശുപത്രിയിലെയും സ്ഥിതി അത്തരത്തിൽ തന്നെയാണ്. നന്ദി ശ്രീ ഡോക്ടർ PK സുനിൽ. ഏതായാലും ഈ ഘട്ടത്തിൽ KGMO ജനറൽ സെക്രട്ടറി കൂടിയായ ഡോക്ടർ സുനിൽ സൂചിപ്പിക്കുന്നത് ആളുകളുടെ ഈ അതിവൈകാരികമായ പ്രതികരണങ്ങൾ, അത് ഡോക്ടേഴ്സിനുണ്ടാക്കുന്ന അരക്ഷിതാവസ്ഥ, ഒപ്പം ആശുപത്രികളിലെ സുരക്ഷയിലെ ഇപ്പോഴും ഉള്ള ലാബ്സിനെ പറ്റി കൂടിയാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. പ്രത്യേകിച്ച് സർക്കാർ പൊതുജനാരോഗ്യ സംവിധാനങ്ങളിലെ ഡോക്ടേഴ്സ് നേരിടുന്ന വെല്ലുവിളിയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.